ഹായ്, രണ്ടാം സെമസ്റ്റർ ബികോം BBA വിദ്യാർത്ഥികൾക്കുള്ള AEC, അതായത് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് എന്ന പുസ്തകത്തിലെ ആദ്യത്തെ പാഠം. സ്റ്റീവ് ജോബ്സ് എന്ന ഇതിഹാസം അമേരിക്കയിലെ പ്രസിദ്ധമായ സ്റ്റാൻഫർഡ് യൂണിവേഴ്സിറ്റിയിൽ 2005 നടത്തിയ ബിരുദദാന പ്രസംഗം, സ്റ്റാൻഫർഡ് കമൻസ്മെന്റ് അഡ്രസ്. ഇതിന്റെ ഒരു ചെറിയ ഇൻട്രോയും ഒരു കുഞ്ഞു സമ്മറിയും നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ. Here is a brief intro. Steve Jobs, the co-founder of Apple Incorporated, was one of the most influential innovators of our time. ആപ്പിൾ എന്ന പ്രസിദ്ധ കമ്പനി, അതിന്റെ സഹസ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് നമ്മുടെ കാലഘട്ടത്തിൽ മനുഷ്യരിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ പുതുമയാർന്ന സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയവരിൽ ഒരാളായിരുന്നു. He delivered a memorable commencement address at Stanford University in 2005. 2005 അദ്ദേഹം സ്റ്റാൻഫർഡ് യൂണിവേഴ്സിറ്റിയിൽ അവിസ്മരണീയമായ ഒരു ബിരുദദാന പ്രസംഗം നടത്തുകയുണ്ടായി. In his speech, Jobs shared 3 powerful life lessons drawn from his personal experiences. തന്റെ പ്രസംഗത്തിൽ ജോബ്സ് തന്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നെടുത്ത 3 അതിശക്തമായ ജീവിത പാഠങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവച്ചു. He discussed the importance of connecting the dots, embracing loss and pursuing passion. ഇടവിട്ട് കിടക്കുന്ന ഡോട്ടുകൾ, കുത്തുകൾ ബന്ധിപ്പിക്കുന്നതിൻ്റെയും ജീവിതത്തിലെ നഷ്ടം ഉൾക്കൊള്ളുന്നതിൻ്റെയും നമ്മുടെ പാഷൻ, അതായത് അഭിനിവേശം പിന്തുടരുന്നതിൻ്റെയും പ്രാധാന്യം അദ്ദേഹം അവിടെ ചർച്ച ചെയ്തു. His heartfelt stories reflected his resilience, creativity and vision, inspiring graduates to trust their journey, learn from setbacks and follow their hearts. ഹൃദയസ്പർശിയായ അദ്ദേഹത്തിന്റെ കഥകൾ അദ്ദേഹത്തിന്റെ സഹിഷ്ണുത, സർഗാത്മകത, കാഴ്ചപ്പാട് എന്നിവ പ്രതിഫലിപ്പിച്ചു. ബിരുദധാരികളെ അവരുടെ ജീവിതയാത്രയിൽ വിശ്വസിക്കാനും തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അവരുടെ ഹൃദയങ്ങളെ പിന്തുടരാനും അവർക്ക് പ്രചോദനം നൽകി. ജോബ്സ് സ്പീച്ച് റിമെയിൻസ് an enduring guide for living a meaningful life and navigating challenges with courage and determination. അർത്ഥപൂർണമായ ജീവിതം നയിക്കുന്നതിനും വെല്ലുവിളികളെ ധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും നേരിടുന്നതിനുമുള്ള ശാശ്വതമായ ഒരു വഴികാട്ടിയായി നമ്മുടെ ജോബ്സിന്റെ പ്രസംഗം ഇന്നും നിലനിൽക്കുന്നു. ഇതാണ് ഒരു ചെറിയ ഇൻട്രോ. Now friends, take a look at a summary. Steve Jobs' Stanford commencement address in 2005 is one of the most iconic graduation speeches ever. 2005 സ്റ്റീവ് ജോബ്സിന്റെ സ്റ്റാൻഫർഡ് യൂണിവേഴ്സിറ്റിയിലെ ബിരുദദാന പ്രസംഗം എക്കാലത്തെയും മികച്ച ബിരുദദാന പ്രസംഗങ്ങളിൽ ഒന്നാണ്. In it, he shares 3 personal stories, each carrying a powerful life lesson. ആ പ്രസംഗത്തിൽ അദ്ദേഹം 3 സ്വന്തം ജീവിത കഥകൾ പങ്കുവയ്ക്കുന്നു. ഓരോന്നും ശക്തമായ ജീവിത പാഠം ഉൾക്കൊള്ളുന്നതാണ്. The first story is about connecting the dots. ജീവിതത്തിൽ കുത്തുകളെ, അതായത് ഡോട്ടുകളെ ബന്ധിപ്പിക്കുന്നതാണ്, പൂരിപ്പിക്കുന്നതാണ് ആദ്യത്തെ കഥ. ജോബ്സ് റിഫ്ലെക്ട്സ് ഓൺ ഹൗ ഡ്രോപ്പിംഗ് ഔട്ട് ഓഫ് കോളേജ് അലൗഡ് ഹിം ടു ഫോളോ ഹിസ് ക്യൂരിയോസിറ്റി. പഠിത്തം പൂർത്തിയാക്കാതെ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത് എങ്ങനെ തൻ്റെ ആഗ്രഹങ്ങളെ, കൗതുകങ്ങളെ, ജിജ്ഞാസകളെ പിന്തുടരാൻ സഹായിച്ചുവെന്ന് ജോബ് നന്നായി ഓർക്കുന്നു. It led him to calligraphy class that influenced Apple's typography. ആപ്പിളിൻ്റെ ടൈപ്പോഗ്രഫി സൃഷ്ടിക്കാൻ തന്നെ സ്വാധീനിച്ച ഒരു കാലിഗ്രാഫി ക്ലാസ്സിലേക്ക് അത് അദ്ദേഹത്തെ നയിച്ചു. He emphasizes that we can only connect the dots of our lives looking backward, urging us to trust the process. ജീവിതത്തിൽ പിന്നോട്ട് തിരിഞ്ഞു നോക്കണം, എന്നിട്ട് മുന്നോട്ട് പോകാനുള്ള ആ പ്രക്രിയയെ നാം വിശ്വസിച്ച് മുന്നേറാൻ സ്വയം പ്രേരിപ്പിക്കണം. അങ്ങനെ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ കുത്തുകളെ, ഡോട്ടുകളെ നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. The second story focuses on love and loss. തൻ്റെ രണ്ടാമത്തെ കഥ സ്നേഹത്തെയും നഷ്ടത്തെയും പറ്റിയാണ്. Jobs recounts the heartbreak of being fired from Apple, the company he co-founded.
ജോബ്സ് താനും കൂടിച്ചേർന്ന് സ്ഥാപിച്ച കമ്പനിയായ ആപ്പിളിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന്റെ ഹൃദയാഘാതം ഹൃദയസ്പർശിയായി വിവരിക്കുന്നു. Although the experience was devastating, it turned into a pivotal moment in his life. ആ അനുഭവം ഭീകരമായിരുന്നെങ്കിലും അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു നിർണായക നിമിഷമായി മാറി. It opened the door to new opportunities, enabling him to grow and eventually return to Apple stronger than ever. അത് പുതിയ അവസരങ്ങളിലേക്കുള്ള വാതിൽ തുറന്നുകൊടുത്തു. അവനെ വളരാനും ഒടുവിൽ എന്നത്തേക്കാളും ശക്തമായി ആപ്പിളിലേക്ക് മടങ്ങാനും അദ്ദേഹത്തെ പ്രാപ്തനാക്കുകയും ചെയ്തു. ജോബ്സ് emphasizes the importance of discovering what you truly love and dedicating yourself to it wholeheartedly even in the face of adversity. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് എന്താണെന്ന് കണ്ടെത്തേണ്ടതിൻ്റെയും പൂർണ്ണ ഹൃദയത്തോടെ അതിനായി സ്വയം സമർപ്പിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം നമ്മുടെ സ്റ്റീവ് ജോബ്സ് ഊന്നി പറയുന്നു. ദ തേർഡ് സ്റ്റോറി ഈസ് അബൌട്ട് ഡെത്ത്. മൂന്നാമത്തെ കഥ മരണത്തെക്കുറിച്ചാണ്. ജോബ്സ് talks about his experiences with cancer and how it reminded him of life's brevity. തനിക്ക് ക്യാൻസർ ബാധിച്ച അനുഭവത്തെക്കുറിച്ചും ജീവിതം എത്ര നൈമിഷികമാണെന്നും അത് തന്നെ ഓർമ്മിപ്പിച്ചുവെന്നും ജോബ്സ് പറയുന്നു. He urges graduates to live authentically, follow their hearts and not waste time living someone else's life. നല്ല തൻ്റെടത്തോടെ ജീവിക്കാനും അവരുടെ സ്വന്തം ഹൃദയത്തിന്റെ വഴി പിന്തുടരാനും മറ്റൊരാളുടെ ജീവിതം അനുകരിച്ച് സ്വന്തം ജീവിതം പാഴാക്കാതിരിക്കാനും അദ്ദേഹം ബിരുദധാരികളെ ആഹ്വാനം ചെയ്യുന്നു. Jobs concludes by reminding graduates to stay hungry, stay foolish. പട്ടിണി കിടക്കുക, വിഡ്ഢിയായി തുടരുക എന്ന ആപ്തവാക്യം ബിരുദധാരികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റീവ് ജോബ്സ് ഈ ടോക്ക് അവസാനിപ്പിക്കുന്നു. He encourages them to remain curious and daring. ജിജ്ഞാസയും ധൈര്യവും ഉള്ളവരായിരിക്കാൻ അദ്ദേഹം അവരെ ഉപദേശിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. His speech inspires listeners to embrace uncertainty, learn from setbacks, and pursue their dreams with courage and passion. അനിശ്ചിതത്വത്തെ ഉൾക്കൊള്ളാനും തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിക്കാനും ധൈര്യത്തോടും അഭിനിവേശത്തോടും കൂടി സ്വന്തം സ്വപ്നങ്ങളെ പിന്തുടരാനും അദ്ദേഹത്തിന്റെ പ്രസംഗം യുവാക്കൾക്ക് പ്രചോദനം നൽകുന്നു. ഇതാണ് സമ്മറി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. I'll see you soon with another video. Until then, bye bye.